അന്ന് ഞാൻ ജോലി കഴിഞ്ഞിട്ട് വൈകിട്ടൊരു 7:30 മണിയൊക്കെ ആകാനായി എപ്പോഴായിരുന്നു വന്ന് ആ റോഡിൽ കൂടി കനാല സൈഡ് വരികയായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ പോകുന്ന ജൂത സെമിത്തേരി ഉണ്ടല്ലോ, അതും കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങോട്ട് മുമ്പോട്ട് അതിൻ്റെ തൊട്ടടുത്തെത്തിയപ്പോഴേക്കും ഒരു കാറ് സൈഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ കാണുന്നുണ്ടായിരുന്നു ഒരാൾ സൈഡിലൂടെ വരുന്നുണ്ടായിരുന്നു, കാറിൻ്റെ സൈഡിലൂടെ. അപ്പോൾ ഞാൻ ആൾക്ക് പോകാൻ വേണ്ടി കാറിൻ്റെ സൈഡിലേക്ക് ഇങ്ങോട്ട് ഒതുങ്ങി നിന്നു. സൈഡിലേക്ക് ഒതുങ്ങിയപ്പോഴേക്കും ആൾ പോകുന്ന പോക്കിന് എൻ്റെ മേത്ത് കയറി പിടിച്ചിട്ട് പോയി. മേത്ത് കയറി പിടിച്ചപ്പോൾ ഞാൻ പെട്ടെന്നൊരു ഷോക്കായി. ഇപ്പോൾ വെച്ചാൽ പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു. കൈ അപ്പം തട്ടി മാറ്റി ഞാൻ ഇങ്ങനെ കയറി പിടിച്ചപ്പോൾ തന്നെ മേത്ത് കയറി പിടിച്ചു അയാൾ. അപ്പോൾ ഞാൻ കൈ തട്ടി മാറ്റി. പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ നടക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. ഞാൻ എന്നിട്ട് ഒച്ചെടുത്ത് അയ്യോ കള്ളൻ എന്ന് പറഞ്ഞ് എനിക്ക് ആളെ പിടിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഒച്ചെടുത്തപ്പോൾ ഇയാൾ ഓടിയപ്പോൾ ഞാൻ പുറകെ ഓടി. ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എക്സ്പ്ലനേഡിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് പെൺകുട്ടികൾ ആരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇയാളുടെ പുറകെ കള്ളനെന്ന് വിളിച്ച് ഓടുന്തോറും ഇയാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാറുകാരൻ പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ആ കാറുകാരൻ തലങ്ങനെ പുറത്തോട്ടിട്ട് നോക്കി എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കള്ളനാണ്, പിടിച്ചു അയാൾ വിടല്ലേ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ കാറുകാരൻ അയാളുടെ പുറകെ പോകുന്നുണ്ട്. അപ്പോഴേക്ക് ഇയാൾ എക്സ്പ്ലനേഡിൻ്റെ ഉള്ളിലൂടെ കയറി ഓടി. അപ്പോൾ അവിടെ നിന്ന പെൺകുട്ടികൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് ആ എക്സ്പ്ലനേഡിൻ്റെ വാതിക്കൽ കുറേ ആൾക്കാർ ഇപ്പോൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ കുറേ ഷോപ്പൊക്കെ ഉണ്ടല്ലോ, അവിടെ കുറേ ആൺകുട്ടികളൊക്കെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു, ആണുങ്ങളൊക്കെ. അപ്പോൾ ഈ പെൺകുട്ടികളും ഒച്ചത്തിൽ അവരോട് പറഞ്ഞു പിടിച്ചോ കള്ളനാണ്, വിടല്ലേ എന്ന് പറഞ്ഞ് അവരും പുറകെ ഓടി. അപ്പോൾ ഞാൻ ഓടി ചെല്ലുമ്പോൾ ജംഗ്ഷനിൽ ഇയാളെ പിടിച്ച് നിർത്തിയേക്കാണ്. എല്ലാവരും കൂടി പുറകെ ഓടി പിടിച്ച് നിർത്തിയേക്കാണ്. അപ്പോൾ കള്ളൻ വെച്ചപ്പോൾ അവിടുത്തെ കുടിയുന്ന ആൾക്കാർ ചോദിച്ചു. ഞാൻ ഓടിച്ചു നിന്നപ്പോൾ ചേച്ചിയുടെ മാലയാണ് പൊട്ടിച്ചതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാല പൊട്ടിച്ചില്ല എന്ന് പറഞ്ഞു. എൻ്റെ മാല പൊട്ടിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ആൾ എന്ന് പറഞ്ഞു എനിക്കെന്തിനാണ് മാല, എൻ്റെ കഴുത്തെ കിടക്കണ മാല കണ്ടില്ലെന്ന് പറഞ്ഞ് മാലയൊക്കെ പൊക്കി കാണിച്ചു ഓടുന്ന ആൾക്കാർ. ഞാൻ പറഞ്ഞു നീ മാല പൊട്ടിക്കാൻ വന്നതല്ലെന്ന് എനിക്കറിയാം, നീ എന്തിനാ എന്നെ കയറി പിടിച്ചതെന്ന് ചോദിച്ചു. നീ ഇപ്പോൾ പറഞ്ഞു എന്തിനാ നീ എന്നെ കയറി പിടിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞു നീ തന്നെയാണ്. ഞാൻ പറഞ്ഞു നീ തന്നെയാണ്, എനിക്കറിയാം, നീ എന്തിനാ എന്നെ കയറി പിടിച്ചത് നായി എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അയാൾ അയ്യോ ഞാനല്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി എന്താ സംഭവമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു നീ എവിടെയുള്ളതെന്നൊക്കെ ചോദിച്ചു. നീ ഇങ്ങനെ കയറി പിടിച്ചതാണല്ലോ, അപ്പോൾ എവിടെയുള്ളതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എള്ളമക്കല്ലുള്ളതാണ്, അപ്പോൾ എൻ്റെ ID കാർഡ് കാണിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇവർ പറഞ്ഞു പോലീസിനെ വിളിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു എങ്കിൽ പോലീസിനെ വിളിക്ക്, പിന്നെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ സത്യം പറയണം, നീ അല്ല എൻ്റെ ഇവിടെ സത്യം പറഞ്ഞ് മാപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു. അവസാനം പറഞ്ഞു ശരിയാണ് സഹോദരി, ക്ഷമിക്ക്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, മാപ്പ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവനെ 2 കൊടുത്തിട്ട് വിടണം, വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടിയുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു ഞങ്ങളാരും തല്ലില്ല, എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടി വന്ന്, ഇതാണ് ഞങ്ങളൊന്നിലും ഇടപെടാത്തത്, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഓടി വരും, നിങ്ങളെ സഹായിക്കും, അത് കഴിയുമ്പോഴേക്കും നിങ്ങൾ കോംപ്രമൈസായിട്ട് പിരിയും. നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ ഏൽപ്പിക്കുന്നില്ല, ഇങ്ങനെയുള്ളവന്മാരെ വിടാൻ പറ്റില്ല, പോലീസ് തന്നെ ഏൽപ്പിക്കണം, ഞങ്ങളാരും തല്ലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നെ പോലീസിനെ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് എന്നെ നാണം കെടുത്തരുത്, എനിക്ക് ഭാര്യയുണ്ട്, കുട്ടി ക്യാൻസറായിട്ട് സുഖമില്ലാത്ത കുട്ടിയാണ്, 2 പെൺകുട്ടികളുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു 2 പെൺകുട്ടികളുണ്ടായിട്ടാണോ നീ എന്നോട് ഇങ്ങനെ പെരുമാറിയെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പോലീസിനെ വിളിക്കണം, ആൾക്കാർ പറഞ്ഞു വിളിക്കാതെ പറ്റില്ല. അതാണ് എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ പോലീസിനെ 100-ൽ വിളിച്ചിട്ട് അപ്പോൾ തന്നെ പോലീസ് വന്നു കേട്ടോ. അപ്പോഴേക്കും ആൾക്കാർ അവരോട് ID ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ID കാർഡൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു അയാളോട്. പോലീസ് വന്നിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു, ആരാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാ വിളിച്ചത്, ഇവനെന്നെ കയറി പിടിച്ചു, ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അയാളോട് ജീപ്പിൽ കയറാൻ പറഞ്ഞു. അപ്പോഴയാൾ പറയേണ്ടത് എന്നോട് എന്താണ് എന്നെ വെറുതെ വിടണം, ഇങ്ങനെ കേസ് കൊടുക്കുന്ന എന്തൊക്കെ പറയുന്നുണ്ട്, എൻ്റെ വെറുതെ വിടരുത്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ പോലീസ് എന്നോട് ചോദിച്ചു, പോലീസ് വണ്ടിയിൽ കയറ്റിയിരുത്തി, ആൾ കയറിയിരുന്നു. ആ പോലീസ് എന്നോട് ചോദിച്ചു കേസുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ആ സമയത്ത് കേസുണ്ട്, വീട്ടുകാരോട് ആരും ചോദിക്കാനുള്ള ഒരു സമയമൊന്നുമില്ല. അപ്പോൾ ഞാനൊന്നും പറയുന്നില്ല, എന്താണ് പറയേണ്ടതെന്നുള്ള എനിക്കറിയില്ല. പറഞ്ഞു ഏതായാലും ഒരു വണ്ടിയിൽ പുറകെ പോര് സെൻട്രൽ സ്റ്റേഷനിലാണ്. അപ്പോൾ ഒരു ഓട്ടോക്കാരോട് പറഞ്ഞത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിലുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു, സ്റ്റാൻഡിൽ ഓട്ടോക്കാരും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ധാരാളം പേരുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഓട്ടോ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ അയാളുണ്ട് അവിടെ. സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ആളുണ്ട്. പോലീസുകാർ ചോദിച്ചു എന്നോട് കാര്യം എന്താണെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ അകത്തുമുറിൽ ഇരുന്നോന്ന് പറഞ്ഞു. അപ്പോൾ ആരൊക്കെയോ വന്നിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആൾക്കാർ ആരൊക്കെയോ വന്നേക്കുന്നത് പറഞ്ഞ്. അപ്പോൾ ഒരു വനിതാ പോലീസ് പറഞ്ഞു അകത്തുമുറിയിൽ ഇരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു പേടി വരുന്നു, എല്ലാവരും വന്നിട്ട് ഒളിഞ്ഞു നോക്കുമ്പോൾ. എന്നിട്ട് അകത്തിരുന്നോളാൻ പറഞ്ഞു. ഞാൻ അകത്തെ മുറിയിൽ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ DCP സാർ വന്നായിരുന്നു. എന്നോട് ചോദിച്ചു എന്താ കാര്യം,
എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. എന്നോട് ചോദിച്ചു ഉറപ്പാണ് ഇയാൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പാണ് എന്ന് വെച്ചാൽ ആ വഴിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, എനിക്ക് നല്ല ഉറപ്പാണ് ഇയാൾ തന്നെയാണെന്ന് ഉറപ്പാന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല ഇയാളെ, ഞാൻ ആദ്യമായിട്ട് കാണാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു സാർ അവിടെ മീഡിയാസൊക്കെ പുറത്തെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാർ ചോദിച്ചു, ഒരു സി സാർ ചോദിച്ചു അതെങ്ങനെ അറിഞ്ഞു ചോദിച്ചാൽ പറയുന്നുണ്ട് അറിയില്ല, ധാരാളം ആൾക്കാരില്ല, ആരെങ്കിലും പറഞ്ഞിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്നുകൂടി പേടിയായി. ഇനിയിപ്പോൾ ചാനലരൊക്കെ വന്നിട്ട് പിന്നെ ഇപ്പോൾ വഷളാവുന്നല്ലോ എന്ന് ഓർത്തിട്ട് അവസാനം അവർ പോലീസ് കേസെടുത്തു. പോലീസ് കേസെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കാര്യമൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോലീസ് കേസെടുത്തിട്ട് രാത്രി ഞാനൊരു 10-11 മണിയൊക്കെ കഴിഞ്ഞു എന്നുണ്ട്. 12 മണിയായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഞാറക്കിലെത്തിയപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ. പക്ഷേ നേരം വെളുത്തിട്ട് ഞാൻ നോക്കുമ്പോൾ പുറത്ത് ഇയാളുടെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സ്ത്രീ വന്ന് ചോദിച്ചു, എൻ്റെ പേര് ചോദിച്ചു, അല്ലയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു ഇന്നലെ ഉണ്ടായ സംഭവം ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സംഭവം ശരി തന്നെയാണ്, എന്നെ ഇങ്ങനെ ചെയ്തതിൻ്റെ അപമാനിച്ച ആൾ ശരി തന്നെയാണെന്ന് നടന്നാന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ് അങ്ങനെ വന്നത് ഞങ്ങൾക്കറിയില്ല, അങ്ങനെയൊന്നും ചെയ്യാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞു. പുറകെ ഇത് അയാളുടെ അപ്പനാണെന്ന് പറഞ്ഞു, ഫാദറാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഭാര്യയും ഉണ്ട്, അമ്മയുണ്ട്, എല്ലാവരും കൂടി 2 കാറിലെ ആൾക്കാർ വന്നിരുന്നത്. ചേട്ടനുണ്ടായിരുന്നു, അങ്ങനെ കുറേ ഫ്രണ്ട് ആരൊക്കെ ഉണ്ട്, ഫ്രണ്ട്സ്, പിന്നെ വക്കീൽ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് വന്ന് പറഞ്ഞു ഭാര്യ വന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഭാര്യ കഴിഞ്ഞ രാത്രി ആത്മഹത്യ ചെയ്യാൻ പോയതാണ്, ഈ കേസ് അറിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ പോയതാണ്, അവിടെ നിന്ന് കൊണ്ടുവന്നേക്കണെയാണ്, ഇങ്ങനൊരു പ്രശ്നം നടന്നിട്ടില്ലെന്ന് ഭാര്യയോട് പറയാൻ. ഞാൻ പറഞ്ഞു നടന്ന സംഭവം ഞാൻ ഭാര്യയോട് നടന്നില്ല എന്ന് എങ്ങനെ പറയുന്നത്, അയാളത് ചെയ്തു തന്നെയാണ്, എന്നാലും കുഴപ്പമില്ല, ഭാര്യയുടെ മുമ്പിൽ നടന്നതെന്ന് പറയണ്ട, ഭാര്യ വീണ്ടും എന്തെങ്കിലും കടുങ്കി ചെയ്യും. അപ്പോൾ ഭാര്യ വന്നേക്കുന്നത് കരഞ്ഞിട്ട് അമ്മയൊക്കെ ഇട്ട് വന്നേക്കുന്നത് റിപ്പോർട്ടൊക്കെയായിട്ട് വന്നേക്കുന്നത്, ഫയലുണ്ട്. ഞാൻ നോക്കിയൊന്നുമില്ല, ഇളയ കുട്ടിക്ക് എന്താ ക്യാൻസർ എന്തൊക്കെ അസുഖമാണ്, അപ്പോൾ പിറ്റേ ദിവസം വെല്ലൂര് കൊണ്ടുപോകാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞ് ഭയങ്കര കരച്ചിലേക്ക് ഇരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ എൻ്റെ അമ്മയമ്മക്ക് സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ ആരും അറിഞ്ഞിട്ടില്ല പ്രശ്നം വെച്ചാൽ രാത്രിയാണ് ഞങ്ങൾ ഈ ചെന്ന് കയറിയിട്ട് നേരം വെളുത്താണ്ട് പറയാൻ നേരം കിട്ടിയില്ല. ഞാനൊരു കാര്യം ചെയ്യും, എൻ്റെ വീട്ടിൽ പോയി സംസാരിക്കാം, എനിക്കൊന്ന് ആലോചിക്കണം. അപ്പോൾ ഇവർ കേസിൽ നിന്ന് പിന്മാറണമെന്ന് ഇവർ പറയുന്നത്. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ആലോചിക്കണം, എനിക്ക് ഇയാളിത് ചെയ്തതാണ്, പിന്നെ ഞാൻ പിന്മാറേണ്ട കാര്യമൊന്നുമില്ല, ഇയാൾ ചെയ്തതുകൊണ്ട് അവർ സമ്മതിക്കുന്നില്ല. ഭയങ്കര കരഞ്ഞ് കാൽക്കെ വീഴുക. അവസാനം 9:30 അവർ എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും ഇവരിത് തന്നെയാണ് പറയുന്നത്, ഇയാളുടെ അമ്മയും ഭാര്യയും ഞങ്ങളുടെ പള്ളിയിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് പള്ളി തുറന്ന് കപ്പേരെ കൊണ്ട് പള്ളി തുറപ്പിച്ച് പള്ളിയിലിരുന്നു അമ്മയും ഭാര്യയും. അവർ എൻ്റെ വീട്ടിലോട്ട് വന്നില്ല. പിന്നെ ഇയാളുടെ അപ്പനുണ്ടായിരുന്നു, ചേട്ടനുണ്ടായിരുന്നു, പിന്നെ കൂട്ടുകാരനുണ്ടായിരുന്നു, കൂട്ടുകാരൻ്റെ ഭാര്യ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായി, പിന്നെ വക്കീൽ, ഇവരൊക്കെയായിട്ടാണ് വന്നേക്കുന്നത്. എന്നിട്ട് പറയുന്നത് ഇതാണ്, ഒരു ഒപ്പിട്ട് കൊടുക്കണം, അയാൾക്ക് ജാമ്യം കിട്ടാൻ കുറേ പറഞ്ഞു, ഇയാളല്ലെന്ന് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇയാളല്ലെന്ന് ഞാൻ പറയില്ല, ഇയാൾ തന്നെയാണ്.